മഹത്തായ ലക്ഷ്യങ്ങളുള്ള, മഹത്തായ ആദർശങ്ങൾ മുറുകെ പിടിക്കേണ്ട, മഹത്തായ ക്രിയേറ്റിവിറ്റിയുടെ കൂടെ നിൽക്കേണ്ട ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന ഇത്ര എല്ലാ പ്രവൃത്തികളും SFI പാരമ്പര്യങ്ങൾക്ക്, SFI രാഷ്ട്രീയത്തിന്, അതിന് ഹിസ്റ്ററിക്ക് പോലും നിരക്കാത്ത ഒന്നാണെന്ന് SFIയെ സ്നേഹിക്കുന്ന എല്ലാവരെ പോലെ ഞങ്ങളും കാണുന്നു. കോൺഗ്രസ് BJPയുടെ കൂടെയാണിപ്പോൾ, ഗാന്ധിജിയുടെ കൂടെയല്ല. ഗാന്ധിജിയെ മറന്നു കഴിഞ്ഞ കോൺഗ്രസ്, ഗാന്ധിയൻ മൂല്യങ്ങളെയെല്ലാം ഒറ്റുകൊടുത്ത കോൺഗ്രസ്, ആ കോൺഗ്രസ് ആ പാപത്തിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് BJP ആശയത്തിലേക്ക് നിർബാധം ചൂടുമാറ്റി ചവിട്ടിയ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഈ കൂടുവിട്ട് കൂടുമാറ്റം നമ്മളൊന്നും കാണുന്നുണ്ട്. ഇന്ന് അത് സുരേഷ് പച്ചോടിയാണ്, ഇന്ന് മുൻ കേന്ദ്രമന്ത്രി. ഇന്നലെ അത് പത്മജ വേണുഗോപാലായിരുന്നു. ബാക്കി എല്ലാ പട്ടികയും പറയേണ്ട, ആ പട്ടിക തീരുന്നില്ല. ഈ പട്ടിക അൺഎൻഡിങ് ആയിരിക്കും. നാളെയും ഉണ്ടാകും. കോൺഗ്രസ് വിട്ട് BJPയിലേക്കുള്ള ഈ കൂട്ടൊഴുക്ക് നാളെയും ഉണ്ടാകും. അതേപ്പറ്റി ചിന്തിക്കാൻ കോൺഗ്രസ്സിനാകുന്നില്ല. ഈ ഒഴുക്ക് തടയാൻ വേണ്ടിയുള്ള അണകെട്ടാൻ കോൺഗ്രസ്സിനാകുന്നില്ല. അതിന് പകരം കേരളത്തിലെ നേതാക്കന്മാർ പറയുന്നത് ഏതോ പാലത്തെ പറ്റിയാണ്. ഏത് പാലം? ഇവർ പോയ പാലം ഏതുമാകട്ടെ, അവർ പോയല്ലോ. കോൺഗ്രസിൻ്റെ ഭാഗമായി ജീവിച്ചവർ, കോൺഗ്രസ് കുടുംബത്തിൻ്റെ ഭാഗമായി കൊട്ടിഘോഷിക്കപ്പെട്ടവർ, കരുണാകരൻ്റെയും ആൻ്റണിയുടെയും മക്കൾ, അത്തരക്കാർ വരെ ഏതോ ഒരു പാലം വഴി BJPയിലേക്ക് പോയപ്പോൾ BJPയിലേക്ക് പോയ ആൾക്കാരെപ്പറ്റി പറയുന്നില്ല, BJPയിലേക്ക് പോയ കാരണത്തെപ്പറ്റി പറയുന്നില്ല. ആരാണ് പാലത്തിൻ്റെ കല്ല് ചുമന്നത്, ആരാണ് മണ്ണ് ചുമന്നത്, ആരാണ് കമ്പി പളച്ചത്, അതൊക്കെ നോക്കാൻ പോകുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറി. ഒരു കാര്യം പറഞ്ഞത്, കോൺഗ്രസിൽ നിന്ന് ഏതാളും ഒഴുകിപ്പോകാം BJPയിലേക്ക്. ഞങ്ങൾ ശ്രമിക്കുന്നത് ആ ഒഴുക്കിനെ തടയാൻ വേണ്ടി, അണകെട്ടാൻ വേണ്ടിയാണ്. ഞങ്ങൾ പങ്കുവച്ച് ജയിപ്പിക്കുന്ന ഒരു കോൺഗ്രസ് MP ഉണ്ടെങ്കിൽ അതൊരണയാണ്. BJPക്ക് അനുകൂലമായി ഈ ഒഴുക്കുണ്ടായാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ കൂടെ ചേർന്ന ഒരു മുന്നണി ജയിപ്പിച്ച ഒരു കോൺഗ്രസ് MP തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും ഉണ്ടായാൽ ആ MPയോട് ഞങ്ങൾ പറയും, ഈ അണ മുറിച്ച് കടക്കാൻ പാടില്ല, യു ഷുഡ് ബി ഹിയർ, ഈ വര കടന്നു പോകാൻ പാടില്ല. ഞങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. ഞങ്ങളാണ് അണ, അവരാണ് ഒഴുക്ക്. അവരുടെ പരിഗണന എന്താ? ഒഴുകിക്കോട്ടെ, പക്ഷെ പോയ പാലം ആര് പണിതു? ഇതാണ് അവരുടെ വിഷയം. ഞങ്ങളുടെ വിഷയം ഒഴുകാൻ പാടില്ലെന്നാണ്. അണ കെട്ടാൻ വേണ്ടിയാണ് ഞങ്ങളുടെ സഖ്യം.